മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സുവിശേഷത്തിലെ നാം കേൾക്കുന്നുണ്ട്, വിധവ തൻ്റെ സമ്പാദ്യം മുഴുവൻ തമ്പുരാൻ ചേർത്ത് വയ്ക്കുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായും കാണിക്കയായും അത് മാറുന്നുണ്ടെന്നുള്ളത്. തൻ്റെ ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിൽ ചേർത്ത് വയ്ക്കുന്നവർ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം തൻ്റെ കഴിവുകളോ തൻ്റെ കഴിവ് കുറവുകളോ തനിക്കുള്ളതെല്ലാം ചിന്തകളും എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവം നൽകുന്ന വലിയ സമ്മാനമെന്നത് ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിനെ ഏറ്റവും വിലമതിക്കാൻ മാത്രം നമ്മുടെ നിസ്സാരമായ കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാൻ മാത്രമുണ്ടായാൽ പോലും ഒരുപക്ഷേയും അത് ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാനോ അതിൻ്റെ സ്നേഹവും സമാധാനവും രക്ഷയും അനുഭവിക്കാൻ നമുക്കാകാറില്ല എന്നുള്ളതാണ്. ഒരുപാട് ഭക്തകർമ്മങ്ങളിലൂടെ, ഒരുപാട് വിശുദ്ധ ബലികളിലൂടെ, ഒരുപാട് കർമ്മങ്ങളിലൂടെ കടന്നുപോയിട്ടും ചിലപ്പോഴൊക്കെ നമ്മൾ അനുദിന ജീവിതത്തിൽ ഞാനും നിങ്ങളും ഈ സമാധാനമോ സ്നേഹമോ സന്തോഷമോ അനുഭവിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ സൃഷ്ടി മുതൽ യേശുവിൻ്റെ രക്ഷാകര ചരിത്രം വരെ മനുഷ്യനോട് ചേർത്ത് വെച്ചത് ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സുശേഷം കടന്നു പോകുമ്പോൾ ഒരുപാട് തവണ ആവർത്തിക്കുന്ന വചനഭാഗം ഡു നോട്ട് ബി അഫ്രൈഡ്, ഭയപ്പെടരുതെന്ന. പക്ഷെ ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുമ്പോൾ പോലെ ഒരുപാട് ഭയപ്പാടുകളിലേക്ക് വീണിട്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭയപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തളർത്തിക്കളയുന്നെന്ന് വചനം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഭയപ്പെടാൻ അവകാശമില്ലാത്തവരാ, ക്രിസ്ത്യാനികൾ ഭയപ്പെടാൻ അവകാശമില്ലാത്തവരാ. ഇസ്രായേൽ ചരിത്രം നോക്കുമ്പോൾ ഗോത്രവർഗ്ഗങ്ങളാണ്. ഇസ്രായേൽക്കാർ ഗോത്രങ്ങളായതുകൊണ്ട് പല ഗോത്രങ്ങളും മറ്റു പല ഗോത്രങ്ങളെയും ഭയപ്പാടുകളോട് ജീവിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഗോത്രങ്ങളിൽ വരുന്നത് അവരെ കവർച്ച ചെയ്യാനും ഇവരുടെ എല്ലാ സ്വത്തും കൊണ്ടുപോകാനായിട്ടാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇസ്രായേൽക്കാർ ഒരു ഗോത്രം വിട്ട് മറ്റു ഗോത്രത്തിലേക്ക് മാറിപ്പോകില്ല. അതുകൊണ്ടാണ് അബ്രാഹത്തോട് ഈശോ പറഞ്ഞത്, ദൈവം പറഞ്ഞത്, നിന്റെ ജനതയെ വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോവുക. ഇസ്രായേലിലെ ഒരു ദേശം വിട്ട്, ഒരു ഗ്രാമം വിട്ട് മറ്റൊരു ഗ്രാമത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകളും അപകടങ്ങളും ഉണ്ട്. ഒറ്റ വ്യക്തി പോലും ഒരു തൻ്റെ ഗോത്രത്തിന് വ്യത്യസ്തമായ പുറത്തുള്ള വ്യക്തി കടന്നു പോകുമ്പോൾ ആക്രമിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്, നിന്റെ ദേശം വിട്ട് വേറെ ദേശത്തേക്ക് പോവുക. ചിലപ്പോഴൊക്കെ ഇസ്രായേൽക്കാരെ ആക്രമിക്കാനായിട്ട് ശക്തരായ ഗോത്രങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ തോൽക്കുന്ന ജനത ഗോത്രം അവിടെ എവിടെയാണ് ബലിയർപ്പിക്കുന്നത്, ആ ബലിയർപ്പിക്കുന്ന സിനഗോഗുകളിൽ ഓടിക്കയറും. എന്നിട്ട് കർത്താവിൻ്റെ ബലിക്കല്ലിന് മുമ്പിൽ കമിഴ്ന്നു കിടക്കും. ഇസ്രായേൽ നിയമമുണ്ട്, കർത്താവിൻ്റെ ബലിക്കല്ലിൽ തൊട്ടവരെ തൊടുവാൻ യാതൊരാൾക്കും യാതൊരു ശക്തിക്കും അധികാരമില്ല എന്ന്. കർത്താവിൻ്റെ ബലിക്കല്ലിനെ തൊട്ടിരിക്കുന്നവർക്ക് തൊടുവാനോ ഉപദ്രവിക്കുവാനോ ഇസ്രായേലിൽ ഒരു വ്യക്തിക്കും അനുവാദമില്ല. അതുകൊണ്ട് ശത്രുക്കൾ കാത്തു നിൽക്കും പുറത്ത്. ഇവരുടെ ബലിക്കല്ലിൽ കമിഴ്ന്നു കിടക്കും. അവസാനം ഒരുപാട് കാലം കഴിയുമ്പോൾ അവരും മടുക്കുമ്പോൾ അവർ പോകും. അങ്ങനെയാണ് ഈ ഗോത്രങ്ങൾ രക്ഷപ്പെട്ടിരുന്നത്. തമ്പുരാന്റെ ബലിക്കല്ലിന് തൊട്ടിരിക്കുന്നവരെ തൊടുവാൻ ലോകത്തിലെ യാതൊരു ശക്തിക്കും അധികാരമില്ല. അതുകൊണ്ടാണ് സാമുവേൽ പുസ്തകം 2 സാമുവേൽ പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത്, കർത്താവാണ് എനിക്ക് അഭയം തരുന്ന പാറയും എന്നെ രക്ഷിക്കുന്ന ശിലയുമെന്ന്. ഈ ഒരു അഭയശിലയെ ചേർത്ത് വെക്കുന്നവർക്ക് യാതൊരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് കർത്താവിൻ്റെ ബലിക്കല്ല് ഈ അൾത്താരയാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, കഴിവുകളെ, കുറവുകളെ നിറവുകളാക്കുവാൻ ഈ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്കും, ഈ അൾത്താര തൊട്ടിരിക്കുന്ന യാതൊരു വ്യക്തിക്കും യാതൊന്നിനെയും ഭയപ്പെടരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സംരക്ഷണ പ്രാർത്ഥനയോടെയാണ് കുർബാന കടന്നു പോകുന്നത്. ഭയപ്പെടാൻ നമുക്ക് അവകാശമില്ല കേട്ടോ. ഭയത്തിൽ ശിക്ഷയുണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ 3-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ഭയത്തിൽ പ്രഹരമുണ്ട്. ഭയത്തിൽ പ്രഹരമുണ്ട്. 3 തരം പ്രഹരങ്ങളാണ് ഭയത്തിലുള്ളത്. അനാവശ്യമായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഭയത്തിൽ 3 തരം പ്രഹരങ്ങളുണ്ട്. 1-ാമത്തെ പ്രഹരമെന്നത്, ശിക്ഷ എന്നത്, നിങ്ങൾ ഭയപ്പെടുന്ന എന്താണോ അത് നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എന്തിനെയാണോ, വസ്തുവിനെയാണോ, വ്യക്തിയെയാണോ, സാഹചര്യങ്ങളെയാണോ, സമ്പത്തിനെയാണോ, ജോലി സാധ്യതകളെയാണോ ഭയപ്പെടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. ഭയപ്പെടുന്ന നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. ജോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാ,
അവൻ കാലാകാലങ്ങളായി കാത്തിരുന്ന എല്ലാ അനർത്ഥങ്ങളും അവന്റെ മേൽ വന്ന് പതിച്ചുവെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ കാലാകാലങ്ങളെ കാത്തിരുന്ന എല്ലാ അനർത്ഥങ്ങളും അവന്റെ മേൽ വന്ന് പതിച്ചുവെന്ന്. ഒരപ്പച്ചൻ കാലാകാലങ്ങളായിട്ട് അനർത്ഥങ്ങളെ കാത്തിരിക്കുക. തനിക്ക് സംഭവിക്കുമെന്നും ഒരുപാട് മനോഹരമായി ജീവിച്ചു പോയിരുന്നവരാ, ആ നാട്ടിൽ സമൃദ്ധിയോടെ ജീവിച്ചിരുന്നവരാ. പക്ഷേ അപ്പച്ചനൊരു സംശയമുണ്ടായി, ഒരുപാട് അസ്വസ്ഥതകളും അപകടങ്ങളും മേൽ വന്ന് വധിക്കുമെന്ന്. അവൻ കാത്തിരുന്ന എല്ലാ അനർത്ഥങ്ങളും അവനെ വന്ന് വധിച്ചുവെന്ന് വചനം പറഞ്ഞു വെക്കുക. സ്കൂളിൽ കാണാൻ ചില കുട്ടികൾ, പെൺകുട്ടികളാണ് പ്രത്യേകിച്ച്, ഒരുപാട് പഠിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് ഒരുപാട് പഠിക്കും. ആ പുസ്തകത്തിൻ്റെ എല്ലാ പേജ് നമ്പർ വരെ പഠിക്കും അവർ. അവസാനം ഒരു ചെറിയൊരു പാരഗ്രാഫ് ചിലപ്പോൾ പഠിച്ചെത്തില്ല, അല്ലെങ്കിൽ കുറച്ച് ഭാഗം എത്തില്ല. പിന്നെ അവർ നമ്മളൊന്ന് പറഞ്ഞെങ്കിൽ അച്ഛാ ഞാൻ അത് പഠിച്ചിട്ടില്ല, അപ്പോൾ അച്ഛൻ അടച്ചോട്ട് അത് വരും അച്ഛാ, അത് വരും യാതൊരു അംശമില്ല. എന്നാൽ ആൺപിള്ളേരുണ്ട് ഒന്നും പഠിക്കില്ല, അവരോടൊക്കെ എന്തൊക്കെ പഠിക്കും, ഭയങ്കര കോൺഫിഡൻസ്. അതൊന്നും വരില്ല അച്ഛാ, ഇതൊക്കെ വരല്ലോ, അങ്ങനെയാ, അതൊന്നും വരില്ല, ഇത് വരും. ഭയപ്പെടുന്ന മുഴുവൻ വന്ന് പതിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും ഒരു ഭയപ്പാടും സൂക്ഷിച്ചു വെക്കരുതിട്ടാ. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയപ്പാട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഇറ്റ് വിൽ കം. അതുകൊണ്ടാണ് വൃത്തിയായിട്ട് ദൈവം മനസ്സിലാക്കുന്നത് ഭയത്തിൽ പ്രഹരമുണ്ടെന്ന്. അനാവശ്യമായ ഭയപ്പാടുകൾ നമ്മൾ ചേർത്ത് വെക്കരുതിട്ടാ. ഞാനിപ്പോൾ സ്കൂളിലൊക്കെ വെച്ച് ജോലി കാണാം, കുറേ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഭയങ്ങളുണ്ട്. എവിടെ നിന്ന് ഭയം കിട്ടിയ കുഞ്ഞുങ്ങൾക്ക്? എവിടുന്ന് കുഞ്ഞുങ്ങൾക്ക് ഭയം കിട്ടിയേ? വേറെ ഒടത്തല്ല, കുടുംബത്തിൽ നിന്നാ, സാധ്യതകളിൽ സാഹചര്യങ്ങളിൽ നിന്നാ. രണ്ടാമത്തെ പ്രഹരം എന്ന് പറയുന്നത് നമ്മുടെ ഭയപ്പാടുകള്, നമ്മുടെ ചുറ്റുപാടുകളെ നിശ്ചലമാക്കുമെന്നുള്ളതാ. നമ്മുടെ ഭയപ്പാടുകള് നമ്മുടെ ചുറ്റുമുള്ളവയെ നിശ്ചലമാക്കുമെന്നുള്ളതാ ഒന്നാം ശിക്ഷ. രണ്ടാമത്തെ ശിക്ഷ എന്നുള്ളത് എൽത്തുരുത്ത്. ഇപ്പൊ ഇവിടെയൊക്കെ ജോസച്ചനൊക്കെ ഉണ്ട്, ഈ ITCയിലെ ജോസച്ചനൊക്കെ ബാച്ചുകാര് ഒരു ദിവസം അവർ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്ത് ബിജു കോലങ്ങൾ ഇവിടെ മാനേജ്മെന്റൊക്കെ ഉള്ള കാലഘട്ടം, അവരുടെ ബാച്ചുകാര് എൽത്തുരുത്ത്, എൻ്റെ വീട് എൽത്തുരുത്താ, ആശ്രമത്തിന്റെ പിന്നിൽ ചെറിയൊരു പുഴയുണ്ട്. പുഴ എന്ന് പറഞ്ഞാൽ ഈ ഒരു കനാലാണ്, കോൾപ്പാടങ്ങളായതുകൊണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് അയ്യങ്കുന്ന് എന്ന് പറയുന്ന ചെറിയൊരു മലയുണ്ട്. സാധാരണ ഞങ്ങളൊക്കെ ഔട്ടിങ്ങിന് പോകുന്ന സ്ഥലമാണ്, നടന്നു പോകാനുള്ള ബെണ്ടൊക്കെ ഉണ്ട്. ചെറിയൊരു വഞ്ചി കടന്നാൽ വളരെ ഈസി ആയിട്ട് അപ്പുറത്തേക്ക് എത്തും. പാലം കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഒരു ദിവസം റക്ടറച്ചനും അടുത്ത പ്രിയോരച്ചനും കുട്ടികളും കൂടി റക്ടറച്ചനും കൂടിയിട്ട് ഇത് കടക്കാൻ പോയി. ഈ പുഴയുടെ ഈ കനാലിന് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ആ സ്ഥലം അത്ര നീളമേ ഇതിനുള്ളൂ. ഇത് കിടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കയറിയിരുന്നു. അപ്പം കയറിയിരുന്നപ്പോൾ വഞ്ചിക്കാരൻ പറഞ്ഞു, അച്ഛാ, പ്രിയോർച്ചന് പറഞ്ഞു, അച്ഛാ ആൾക്കാർ കൂടുതലാണ്, 2 ട്രിപ്പായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛന് ഭയങ്കര കോൺഫിഡൻസാ. ജോയ് വട്ടവലിച്ചൻ വെള്ളത്തിലെ മാസ്റ്ററാണ്. വെള്ളത്തിൽ 2-3 പേരൊക്കെ എടുത്ത് വേണമെങ്കിൽ നീന്തും, ഭയങ്കര വെള്ളം ചവിട്ടും, കമഴ്ന്ന് ഇങ്ങനെ നമുക്ക് കാണാം പ്രിയോർച്ച ഇങ്ങനെ മലടന്ന് കിടന്ന് വെള്ളത്തിൽ പോണത്. അത്രയും വെള്ളത്തിനോട് ഭയങ്കര എന്താ പറയുക, എക്സ്പേർട്ടായിട്ടുള്ള അച്ഛനാ. അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എത്ര ദൂരമുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കടന്നു. കുട്ടികളല്ലേ, അന്ന് +2 പഠിക്കുന്ന പോലല്ലേ. ഇവരെന്ത് ചെയ്തു, ബാലൻസായി വന്ന ഒരാൾ എഴുന്നേറ്റ് തൊട്ടപ്പുറത്തേക്ക് ഇരുന്നപ്പോൾ ഇതിന് ബാലൻസ് പോയി വഞ്ചി മറിഞ്ഞപ്പോൾ നീന്താൻ അറിയുന്നവരൊക്കെ നീന്തി രക്ഷപ്പെട്ടു. ഈ വഞ്ചി തുഴയുന്ന ആൾ കുറച്ച് പേരൊക്കെ രക്ഷപ്പെടുത്തി. അറിയാത്ത കുട്ടികൾ കുറച്ച് പേരുണ്ടായിരുന്നു, നീന്തൽ അറിയാത്തവരെ. അവരെന്ത് ചെയ്തു, ഈ അച്ഛനെ കെട്ടിപ്പിടിച്ചു. കാരണം പേടിയല്ലേ, ഭയം വന്നു. അവരച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ കരഞ്ഞു വിളിച്ചു പറഞ്ഞു, മക്കളൊന്ന് കൈവിട്ടുതാ, ഞാൻ രക്ഷപ്പെടുത്തിയോളാം. പക്ഷെ പേടിച്ച പിന്നെ കൈവിടുവോ? അള്ളിപ്പിടിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1986 എൽത്തുരുത്തിന്റെ ആശ്രമത്തിന്റെ മധ്യത്തിൽ ഒരു അച്ഛൻ്റെയും 5 അച്ഛൻ കുഞ്ഞുങ്ങളുടെയും ശവശരീരം കൊണ്ടു വെച്ച് പ്രാർത്ഥിച്ച് ജനം മുഴുവൻ കരഞ്ഞത്. സകല കഴിവുണ്ടായിട്ട് പോലും 4-5 കുഞ്ഞു മക്കളുടെ ഭയപ്പാടുകൾക്ക് സകല സാധ്യതകളെയും നിശ്ചലമാക്കി എന്നുള്ളതാ. ഒരു കുടുംബത്തിൽ എല്ലാ സാധ്യതകളും നിശ്ചലമാകുന്നത് ഒരു അപ്പച്ചന്റെയോ അമ്മച്ചിയുടെയോ മകന്റെയോ മകളുടെയോ ഭയപ്പാടുകൾ കൊണ്ടാ. നമ്മൾ ചെയ്യുന്ന വലിയൊരു ദ്രോഹം തെറ്റാ. അകാരണമായി അനാവശ്യമായി ദൈവം ഇത്രയേറെ നന്മകളും കൃപകളും നൽകിയിട്ട് അനാവശ്യമായ ഭയപ്പാടുകളുടെ എല്ലാ സാധ്യതകളെയും നിശ്ചലാക്കി എന്നുള്ളതാ. ഇവിടെ കളയേണ്ടതും ഇവിടെ വിശദീകരിക്കേണ്ടതും നിങ്ങളുടെ ഭയപ്പാടുകളെയാ. അല്ലെങ്കിൽ കുടുംബം രക്ഷപ്പെടില്ല കേട്ടാ. ഭയപ്പാടുകളാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ അപകടങ്ങളുണ്ട്. അതിനെ ഭയപ്പെട്ട് ജീവിച്ചു തുടങ്ങി കഴിഞ്ഞാലേ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം നമുക്ക് ശക്തി നൽകിയിട്ടുണ്ടെന്നേ. നിങ്ങൾ വചനം നോക്കിക്കോ. മറിയത്തിന്റെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞ ആദ്യ വാചകം എന്താ? ഭയപ്പെടേണ്ട. ആദ്യത്തെ വാക്ക് ഭയപ്പെടേണ്ടെന്നാ. കാരണം എന്താ അറിയോ? അത്ര ഈസി ആയിട്ടുള്ള പഴുന്നല്ലേ ഏൽപ്പിക്കാൻ പോണേ. ലോകം കല്ലെറിയാൻ പോകുന്ന,
തെറ്റിദ്ധരിക്കാൻ പോകുന്ന ഒരു മകനെ തല്ലിക്കൊല്ലുന്ന കാണേണ്ട ഗതികേട് വരുന്ന ഒരു അമ്മയുടെ ജീവിതത്തിലേക്ക് വിളിച്ചത്. ഫസ്റ്റ് വാക്കതാ, മറിയമേ നീ ഭയപ്പെടരുത്. കൂടെ നടന്ന് എല്ലാ അത്ഭുതങ്ങളും കാണിച്ച് സുവിശേഷത്തിന്റെ എല്ലാ സാധ്യതകളും പറഞ്ഞു കൊടുത്ത് ഒരു ക്രിസ്തു വിടവാങ്ങിയപ്പോൾ സ്ലിഹന്മാര് പേടിച്ചോടി. അവരുടെ മുമ്പിലേക്ക് ഉത്തിതനായ ക്രിസ്തു പറഞ്ഞ ആദ്യവാചകം എന്താ? ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. വചനം വെളിപ്പെട്ട, വചനം മാംസവൽക്കരിക്കപ്പെട്ട എല്ലാ ഇടങ്ങളിലും ജനത്തിന് ദൈവം നൽകിയ ഉറപ്പ് ഭയപ്പെടരുതെന്നാ. നിങ്ങൾ ഭയപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവിനെന്നുള്ള. ഈ കാൺ ഡു എനിത്തിങ്. ഭയം മൂന്നാമത് നമ്മുടെ സാധ്യതകൾ ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഞാനൊരിക്കൽ ഞങ്ങളുടെ തോട്ടത്തിലെ സെമിനാറിലിരിക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ചെറിയൊരു കിളി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ചെറിയ ചെടികളിൽ നിന്നുള്ള വിത്തൊക്കെ കഴിച്ച് ചെറിയൊരു കിളി. പെട്ടെന്ന് ഒരു പാമ്പ് അതിൻ്റെ മുമ്പിലേക്ക് വന്നു. പെട്ടെന്ന് വലിയ പാമ്പ് വന്നിങ്ങനെ വന്ന് പത്തി വിഴത്തി നിന്നു. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ പത്തി വിഴത്തി നിൽക്കുക. അപ്പോൾ കിളി അങ്ങോട്ട് പേടിച്ചു. പെട്ടെന്ന് പാമ്പിനെ കണ്ടപ്പോൾ കിളിയുടെ ചിറകൊക്കെ ഇങ്ങനെ വിടർന്നു വന്നു പേടിച്ചിട്ട്. സെക്കൻഡുകൾക്കുള്ളിൽ ഈ കിളീനെ പാമ്പ് എന്ത് ചെയ്തു? പിടിച്ചു. നമ്മൾ ആലോചിക്കുക, പറക്കാൻ കഴിവുള്ള കിളിയല്ലേ, പറന്നിട്ട് അയ്യോ പറ്റിച്ചെന്ന് പറഞ്ഞാൽ മതി. പറ്റിയില്ല എന്നുള്ളതാ. ഭയം വന്നപ്പോൾ അത് മറന്നു പോയത് പറക്കാനുള്ള കഴിവിനെയാ. ഭയം വന്നു കഴിഞ്ഞാലേ പിന്നെ എല്ലാ കഴിവും മറന്നു പോകും എന്നുള്ളതാ. ദൈവം ഒരുപാട് സാധ്യതകൾ ചേർത്ത് വെച്ചിട്ട് സാധ്യതകളൊക്കെ നിശ്ചലമായി മറന്നു പോകുന്നുള്ള ഭയത്തിൻ്റെ ശിക്ഷ. അതുകൊണ്ട് ഭയപ്പെടാൻ നമുക്ക് അവകാശമില്ല. ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കരുത്. എന്തിനാ പിന്നെ തമ്പുരാൻ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത നൽകണ്ടേ? ബിക്കോസ് ഈ സുവിശേഷം മുഴുവൻ പറഞ്ഞ് ഭയപ്പെടാതിരിക്കാനാ. ഇനി അങ്ങനെ ഭയത്തെ ഒഴിവാക്കുക എന്നുള്ളതാ. 2-3 സാധ്യതകൾ പറഞ്ഞ് നിർത്താം. ഞാൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഈ ദിവസം പറയുന്നതുകൊണ്ടാണ്. ഒന്നാമത്തത്, ബന്ധങ്ങളിൽ ഭയമുണ്ടെങ്കിൽ, ഇപ്പം മാതാപിതാക്കൾ മക്കളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, മക്കൾ മാതാപിതാക്കളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങളിലോ സമൂഹ ജീവിതത്തിലോ അധികാരികളിലോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ ഭയം വരുന്നത് നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോഴാണ്. മനുഷ്യന്റെ ബന്ധങ്ങളിൽ ഭയപ്പാടുകൾ വരുന്നത് നിഷ്കളങ്കതകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഞാനിപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനെ അസംബ്ലി കഴിഞ്ഞ് പോകുമ്പോഴേ കുട്ടികളിങ്ങനെ പോവും, തിരിച്ചിങ്ങനെ പോവും. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ നോക്കി നിൽക്കും കുട്ടികളെ. അപ്പം ചിലവരെന്തെന്നറിയോ, ഒരു കുറുമ്പൊക്കെ തുടങ്ങുന്ന കാലഘട്ടമുള്ള 6ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവന്മാർ അസംബ്ലി കഴിഞ്ഞ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കും, ഞാൻ പോയോന്ന്. കുറേ പേര് തിരിഞ്ഞു നോക്കും. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 4-5 പേര് തിരിഞ്ഞു നോക്കും, ഇങ്ങനെ പോയോന്ന്. കുറച്ചുകൂടി കഴിഞ്ഞാലേ ഒരുത്തൻ മാത്രം തിരിഞ്ഞു നോക്കും, അവനെ പിടിച്ചാൽ മതി, അവൻ തെളിഞ്ഞതുണ്ടാവും. നിഷ്കളങ്കം നഷ്ടപ്പെടുമ്പോഴാണ് ഭയപ്പാടുണ്ടാവുക. ഇതാണ് ആർക്ക് പറ്റിയത്? ആദത്തിന് ഹവ്വയ്ക്ക് പറ്റിയത്. നിഷ്കളങ്കമായി തമ്പുരാന് മുമ്പ് ജീവിച്ചിരുന്നവരാ. ഒരു ദിവസം തമ്പുരാനോടുള്ള ബന്ധത്തിൽ നിഷ്കളങ്കം നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവർ ഒളിച്ചു. നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും മറയ്ക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അവരെവിടെയോ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിഷ്കളങ്കത വീണ്ടെടുത്തു കഴിഞ്ഞാൽ ബന്ധങ്ങളിലെ ഭയപ്പാടുകൾ തീരും. നമ്മുടെ കുഞ്ഞുമക്കൾക്കോ കുടുംബത്തിലുള്ളവർക്ക് തെറ്റുപറ്റാം, നഷ്ടമാകാം. ഇത് ആരെ ശരിയാക്കി കൊടുക്കുക? അത് ബോധപൂർവം നമ്മൾ കൂടെ നടന്ന് തിരികെ എടുക്കേണ്ടതാ. അവർക്കറിയാത്തോടെ നഷ്ടപ്പെട്ടു പോയത്. അല്ല, നമ്മുടെ കൂടെയുള്ളവർക്ക് ആരൊക്കെ മുറിപ്പെടുത്തിയാലും തന്നെ മുറിപ്പെടുത്തില്ല എന്നും അതേ സ്നേഹത്തോടെ ചേർത്ത് വെക്കുമെന്ന് കുട്ടികൾ വിശ്വസിക്കുന്ന ഏക ഇടം കുടുംബ, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന ഏക ഇടം കുടുംബ. ആ കുടുംബത്തിൽ മുറിവേറ്റാല പിന്നെ എവിടെ പോകും? ബത്സേദ കുളക്കടവില് 38 വർഷമായിട്ട് സൗഖ്യം തേടിയ മനുഷ്യന്റെ അടുത്തേക്ക് ഈശോ വന്ന് പറഞ്ഞ വാക്കെന്താ? സൗഖ്യപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? അവനെന്താ പറഞ്ഞേ? ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ബൈബിൾ മാറ്റിയത്. അവൻ ആഗ്രഹമുണ്ട്. അമ്മച്ചി പറഞ്ഞത് കറക്റ്റ് ഉത്തരാ. ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഒന്നില്ലെങ്കിൽ ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇതാണ് കറക്റ്റ് ഉത്തരം. യെസ് ഓർ നോ ക്വസ്റ്റ്യനാ. പക്ഷെ അവൻ എന്ത് പറഞ്ഞില്ല? ആഗ്രഹം ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞ്? എന്നെ ജലമിളക്കുമ്പോൾ ഈ ജലത്തിലേക്ക് ഇറക്കാൻ ആരുമുണ്ടായില്ല എന്ന്. 38 വർഷമായിട്ട് ഈ കുളക്കടവില് സഹനങ്ങളുടെ കടന്നുപോയി, ഭക്ഷണമില്ലാതെ പോയി, സൗഖ്യമില്ലാതെ, ഒരു പരാതിയുമില്ല. അവൻ ഒറ്റ പരാതിയേ ഉള്ളൂ, ഒരാളെന്നെ മൈൻഡ് ചെയ്തില്ല എന്ന്. സഹിക്കാൻ തയ്യാറാ. 38 വർഷമായിട്ട് കുളക്കടവിൽ കിടന്നതിനെ കുറിച്ച് യാതൊരു പരാതിയും ഇല്ല. പക്ഷെ ആരെങ്കിലും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ
ഇതല്ലേ നമ്മുടെയൊക്കെ സങ്കടങ്ങൾ. അടുക്കളകളിലും കുടുംബത്തിൻ്റെ മൂലകളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട ഏഴിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും തകർക്കപ്പെട്ടു പോകുമ്പോഴും കൂടെയുള്ളവരെ മനസ്സിലാക്കാതെ പോകുമ്പോഴൊക്കെ ഉള്ള വിഷമം നമുക്ക്. സഹനങ്ങൾക്ക് വിഷമമുണ്ടാ? ഓരോ മനുഷ്യന്റെ വിഷമം അതാ. ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന്. നിഷ്കളങ്കതകൾ ബന്ധങ്ങളിലെ ഭയപ്പാടില്ലാതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിഷ്കളങ്കതകളെ നേടിയെടുക്കണുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ അവിടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. ബന്ധങ്ങൾ നിങ്ങൾ ഈശ്വര 12 ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 നഷ്ടങ്ങളുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഉപമ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്. ഏതാണെന്നറിയോ? മച്ച് പററ്റ ധൂർത്തുപുത്രൻ്റെ ഉപമ. ലോഗോസ് പഠിക്കണ്ട, ധൂർത്തുപുത്രൻ്റെ ഉപമയാണുള്ളത്. ആ ഉപമയ്ക്ക് മുമ്പ് 2 ഉപമകളുടെ ഉണ്ട്. അത് കിട്ടും. ഇത് കിട്ടി അത് ഓട്ടോമാറ്റിക് കണക്റ്റഡാ. കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, കാണാതായ മകൻ്റെ ഉപമ. ഇതെന്നുണ്ടായി ആട് നഷ്ടപ്പെട്ടു. ഇടയൻ എന്ത് ചെയ്തു? അന്വേഷിച്ചു, കണ്ടെത്തി. നാണയം നഷ്ടപ്പെട്ടു, അന്വേഷിച്ചു, കണ്ടെത്തി. മകൻ നഷ്ടപ്പെട്ടു, അന്വേഷിച്ചോ? എന്തേ അന്വേഷിക്കാൻ? ഞാൻ അന്വേഷിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. തന്നെ പിതാവ് കാത്തിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടില്ല. ഒന്നും എന്നേക്കുമായി നഷ്ടപ്പെടുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടത് വസ്തുവാണെങ്കിലും മറ്റ് സാധ്യതകളാണെങ്കിലും നിങ്ങൾ പരിശ്രമിച്ചാൽ കിട്ടും. ബന്ധങ്ങളാണെങ്കിൽ ചിലപ്പോഴൊക്കെ കാത്തിരിക്കണം കേട്ടോ. പ്രാർത്ഥനയുടെ പിതാവ് കാത്തിരുന്നു. ഒരു ദിവസം അവൻ നെഞ്ചിൽ തകർച്ചകൾ വീണപ്പോൾ അവൻ മനസ്സിലാക്കി, എന്നെ കാത്തിരിക്കുന്നൊരു അപ്പച്ചൻ എവിടെയുണ്ട്? കുടുംബത്തിൽ നിന്ന്. ഒറ്റ ചിന്ത മാത്രം മതി, അവൻ തിരിച്ചു വരുന്നുള്ളതാ. കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നുള്ളതാ. ബന്ധങ്ങൾ സൗഖ്യപ്പെടുത്തുന്നത്, ഭയപ്പാടുകൾ ഇല്ലാതാക്കുന്നത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നില്ല. ഒരു തരത്തിൽ നിങ്ങൾ ഓടി നടന്നിട്ടോ ബലം പിടിച്ചിട്ടോ ഒരു ബന്ധവും നഷ്ടപ്പെട്ടു പോയ ഒരു മകനെയോ മകളെയോ ചിലപ്പോൾ കൂട്ടുകാരെയോ ബന്ധങ്ങളെയോ സഹോദരി തിരിച്ചു കിട്ടില്ല. ചിലപ്പോഴൊക്കെ അതിനോടൊപ്പം പരിശ്രമം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. ഒപ്പം എന്ത് വേണം? പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. അവർക്ക് പ്രചോദനത്തോടെയും കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് കാത്തിരിക്കാൻ പറ്റിക്കഴിഞ്ഞാലേ ഒരു ബന്ധവും ഭയപ്പാടില്ലാതെ മാറുന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ ഭയങ്ങളെ മാറ്റാൻ യോഹന്നാന്റെ 3-ാം ലേഖനത്തിലെ 4-ാം അധ്യായം 18-ാം വാക്യം പറയുന്നുണ്ട്, when perfect love comes, fear fades away. പരിപൂർണമായ സ്നേഹം വരുമ്പോൾ ഭയം ഇല്ലാതാകുന്നു. പരിപൂർണമായ സ്നേഹം വരുമ്പോൾ ഭയം ഇല്ലാതാകുന്നു. നമുക്ക് തോന്നാണ് ഒരാൾ ഭയപ്പെട്ടു, നിങ്ങളെ വേറെ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് പ്രേ ഫോർ ദം, ജസ്റ്റ് ലവ് ദം. അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പരിപൂർണമായ സ്നേഹങ്ങൾ കൊണ്ട് ഒരുപാട് ഭയപ്പാടുകളെ ഇല്ലാതാക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഭയം ഇല്ലാതാക്കാനുള്ള ബി റിയലിസ്റ്റിക്. ചില കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് പോകുന്നതാണ്. ചില ജീവിതങ്ങളിലൊക്കെ സഹനങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ളതാണ്. അത് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു അച്ഛനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നെ അതിൻ്റെ അപകടങ്ങളുണ്ട്. അതുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരു അപ്പച്ചൻ അമ്മച്ചിയോ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മകനോ മകളോ ഈ നാട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള സഹനങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഞങ്ങൾക്കൊരു അച്ഛനുണ്ടായിരുന്നു, ജെയ്സൺ പുളിക്കൻ എന്ന് പറഞ്ഞിട്ട്. ജെയ്സൺ പുളിക്കൻ അച്ഛൻ്റെ വീട് ഇടുക്കിയിൽ കുമിളിയിലാണ് വീട്. 12 മക്കളാണ് ഒരു ചാച്ചനെ, ചാക്കോച്ചൻ ചാച്ചനെ. 12 മക്കളിൽ 12ാമത്തെ മോനാണ് ജെയ്സൺ അച്ഛൻ. ജെയ്സൺ അച്ഛൻ്റെ പ്രത്യേകത, ഞങ്ങൾ പൂനെ സെമിനാരിലായിരിക്കുമ്പോൾ ജെയ്സൺ അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. വീട്ടിൽ തന്നെ 10-12 മക്കളാണ് ജീവിച്ച കാരണമായിരിക്കും ഭയങ്കരമായിട്ട് ഇടപഴകാനും ഒരുപാട് പെട്ടെന്ന് ആൾക്കാർ ഇടപെടാനൊക്കെ ഈസി ആയിട്ട് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ജെയ്സൺ അച്ഛനൊക്കെ വീട്ടിൽ വിസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കസേരയ്ക്ക് ഇരിക്കുമ്പോൾ ജെയ്സൺ അച്ഛൻ തറയിലിരുന്ന് ഇപ്പോൾ ഇടമ്പോൾ കളിക്കുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, ഈ അച്ഛനെങ്ങനെ നിലത്തിരിക്കണേ വെച്ചിട്ട്. പക്ഷെ ആളങ്ങനെയാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഞങ്ങളുടെ സെമിനാരി വന്ന് ജെയ്സൺ അച്ഛനെ കാണാണ്ട് ഒരാളും കടന്നു പോവില്ല. ജെയ്സൺ അച്ഛൻ എല്ലാവരും വന്ന് കാണും, ഗ്രീറ്റ് ചെയ്യും, എല്ലാവരും എല്ലാ സ്ഥലം കാണിച്ചു കൊടുക്കും, ഡ്രൈവ് ചെയ്ത് പോകും. പെട്ടെന്ന് എല്ലാവരും റിലേഷൻ ഉണ്ടാക്കുന്ന ജെയ്സൺ അച്ഛൻ കുറേ നാൾ ഞങ്ങളുടെ ജനറൽ ഹൗസിൽ ജോലി ചെയ്തിട്ട് ആൾ ഭാവ്നഗർ പ്രൊവിൻസാണ്, ഗുജറാത്തിൽ ജോലി ചെയ്തിരുന്നത്. ആസ്പിരൻസ് ഉള്ള സ്ഥലത്തായിരുന്നു. ഒരു വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോകാനായിട്ട് പോകുന്നതിന് മുമ്പ് ജെയ്സൺ അച്ഛനെ കുട്ടികൾ വിളിച്ചു, അച്ഛാ മോട്ടറിൽ വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അല്ല പൈപ്പിൽ വെള്ളമില്ല എന്ന് പറഞ്ഞു. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു, മോട്ടർ ഓൺ ചെയ്തു, പൈപ്പ് വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ടാങ്കിൽ വെള്ളമില്ല, പക്ഷെ മോട്ടർ ഓൺ ചെയ്യാൻ പറ്റണില്ല. ജെയ്സൺ അച്ഛൻ വേറെ നോക്കിയില്ല. ചെറിയൊരു കിണറുണ്ട് അവർക്ക്, ഒരു കുളം പോലത്തെ.
ജേസൺ അച്ഛൻ വേഗം സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം സ്പാനറൊക്കെ എടുത്ത് അവിടേക്ക് ചാടി ഇറങ്ങി 2 പിള്ളേരെയും വിളിച്ചിട്ട്. ആളെ നേച്ചർ അങ്ങനെ വേറെ ആരും വിളിക്കുന്നില്ല. ആൾ പോയിട്ട് വേഗം മോട്ടറൊക്കെ തുറന്ന് അതിൽ എയറൊക്കെ കളഞ്ഞ് കുട്ടികൾ പറഞ്ഞു ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിന്നിരുന്നത് വെള്ളത്തിലാണ്. ഓൺ ചെയ്തപ്പോൾ ആൾക്ക് എർത്തടിച്ച ആൾ വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. കുട്ടികൾ വേഗം വണ്ടി ഓഫ് ചെയ്തു, മോട്ടർ ഓഫ് ചെയ്തു. അപ്പോഴേക്കും അച്ഛന്മാർ 2 പേര് ഓടി വന്ന് കുട്ടികൾ കൂടി അച്ഛനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് കുറേ നെഞ്ചത്തൊക്കെ ഇടിച്ചു. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് ഓർമ്മ പോയി. നെഞ്ചത്തൊക്കെ ഇടിച്ച് ആൾ കുറച്ച് കണ്ണ് തുറന്നു. കണ്ണ് തുറന്നിട്ട് ആളിങ്ങനെ പറഞ്ഞു, അച്ഛൻ ഒടുക്കത്തെ അടിയായിരുന്നു പറഞ്ഞു. അത് പറഞ്ഞ ആൾ മരിച്ചു വീണു. ഏറ്റവും വിഷമം ഈ മനുഷ്യനെ ഇത്രയും ചെറുപ്പക്കാരെ പട്ടം കെട്ടി 2-3 മാസമുള്ള വർഷമായിട്ടൊരു അച്ഛൻ്റെ മരണവാർത്ത 90 വയസ്സുള്ള ചാക്കോച്ചനെ അങ്ങനെ വിളിച്ച് പറയുന്നുള്ള വിഷമം അച്ഛനെ വിളിച്ചിട്ട്. കാരണം ഏറ്റവും താഴെയുള്ള മകനാണ്, അച്ഛനായി 3 വർഷമായിട്ടുള്ളൂ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ആള്. ഞങ്ങളുടെ പ്രൊവിൻഷ്യാളച്ചൻ ഭാവൻ നഗർന്ന് ഈ അച്ഛനെ ഫോൺ ചെയ്തു. വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഫോൺ എടുത്തത് ചാച്ചൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചാച്ച നാളെ ദുഃഖ വെള്ളിയാഴ്ചയല്ലേ, സുഖമല്ലേ, ദുഃഖ വെള്ളിയാഴ്ചയാണ്, ദുഃഖകരമായ സങ്കട വാർത്തയാണ് അച്ഛൻ ഞാൻ തരാൻ പോകുമെന്ന് പറഞ്ഞു. ചാച്ചൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, നല്ല റബ്ബർ പ്ലാന്റേഷൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ചാച്ചൻ പറഞ്ഞു എത്ര ദുഃഖമായാലും കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞു, അച്ഛ നമുക്കും അച്ഛനും ചാച്ചനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ജെയ്സൺ അച്ഛൻ നമ്മളിന്ന് വിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രൊവിൻഷ്യാളച്ചൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചു നിർത്തി. അപ്പുറത്ത് യാതൊരു അനക്കൂല. പ്രൊവിൻഷ്യാളച്ചന് പേടിയായി. പ്രൊവിൻഷ്യാളച്ചൻ വിളിച്ചു, ചാച്ച ഞാൻ പറഞ്ഞു കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ശാന്തമായിട്ട് ഈ ചാച്ചൻ്റെ ഉത്തരം പറഞ്ഞു, അച്ഛ എനിക്ക് സങ്കടമില്ല. 10-16 വർഷം മുമ്പ് സ്നേഹപൂർവ്വം തമ്പുരാന് വിട്ടുകൊടുത്ത മകനാണ് ജെയ്സൺ. ദൈവം എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്ന്. 10-16 വർഷം മുമ്പ് സ്നേഹപൂർവ്വം തമ്പുരാന് ഞാൻ വിട്ടുകൊടുത്ത മകനാണ് ജെയ്സൺ. ദൈവം എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്ന്. തൻ്റെ മകനെ മിഷൻ പ്രദേശത്തേക്ക് വിടുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ അപകടങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരപ്പച്ചൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മളൊക്കെ ജീവിതം കടന്നു പോകുമ്പോൾ ചില ജീവിത സാഹചര്യങ്ങളോട് ചില സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. 4-മതായിട്ട് ഭയപ്പാടുകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക ഭാവം എന്നുള്ളത് അത് ഈശോ പഠിപ്പിച്ചതാണ്. ഈശോ എത്ര സങ്കടത്തിലൂടെ കടന്നുപോയേ, എത്ര ഒറ്റപ്പെടലിലൂടെ കടന്നുപോയേ, പക്ഷെ ഒറ്റ വിചാരമാണ് അവനെ ഭയപ്പാടുന്ന് രക്ഷിച്ചത്. അത് അവൻ്റെ അബ്ബ എക്സ്പീരിയൻസ് ആണ്. തൻ്റെ കൂടെ ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യമാണ്. തൻ്റെ നിഴലിലും ഒറ്റപ്പെടലുകളിലും തകർച്ചകളിലും വേദനകളിലും കൂടെ നടക്കുന്ന ഒരു പിതാവുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്ന നിമിഷം അവൻ ലോകത്തെ ആസ്വദിച്ചു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ പാരൻസ് ഡേക്ക് പോയി. കുഞ്ഞുങ്ങളുടെ 27-ാം തീയതി അങ്ങോട്ട് ഒരു പള്ളിയിലെ അമ്മ സംഘം അങ്ങനെ പൈതങ്ങളുടെ ഡേ ആഘോഷിക്കുക. അപ്പോൾ ചെറിയ കാർണിവലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ മുഴുവൻ അതിൽ കയറ്റി അവർ അങ്ങനെ കളിക്കുന്നു. ഒരുപാട് ഐസ്ക്രീംസും ചോക്ലേറ്റ്സൊക്കെ വെച്ച് സന്തോഷത്തോടെ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പയ്യനെ ഒരു അമ്മ കൊണ്ടുപോയിട്ട് ആ കാർണിവലിൻ്റെ അതിലേക്ക് കടത്തി വിട്ടു. അവനും പോയിട്ട് എൻജോയ് ചെയ്തിട്ട് 2-3 വയസ്സുള്ള പയ്യനാണ്. പയ്യൻ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് പേടിയായി. കാരണം അവൻ ആദ്യമായിട്ടാണ് നിങ്ങൾ സ്ഥലം കാണുന്നത്. ഒക്കെ പോയി അവൻ കരയാൻ തുടങ്ങി. സന്തോഷിപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചുറ്റുമുണ്ട്. പാർക്കുണ്ട്, എല്ലാ റൈഡും ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബലൂൺസ് ഉണ്ട്. പക്ഷേ ഇവൻ പേടിച്ച് കരയാൻ തുടങ്ങി. സന്തോഷിപ്പിക്കുന്ന എല്ലാം ചുറ്റുമുണ്ടെങ്കിലും ഇവൻ സന്തോഷിക്കാനായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ അകത്തേക്ക് കയറി ചോദിച്ചിട്ട്, ഞാനും കയറിക്കോട്ടെ. പപ്പ വന്നിട്ട് അവനെ പതുക്കെ കയ്യിലെടുത്തു. ആ നിമിഷം മുതൽ ഇവൻ ബലൂണും ഐസ്ക്രീമും ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പപ്പയുടെ സാന്നിധ്യം അവൻ്റെ ഭയപ്പാടുകളെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. തിരിച്ചറിയണം, ജീവിതത്തിന് വ്യത്യസ്തമായ കഴിവിടെ കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കൂടെ ഒരു പിതാവുണ്ട്. ഈ കെനിയയിലൊക്കെ കുട്ടികൾ ഈ എന്താ പറയുക ഫോറസ്റ്റ് വന്യമായ ജീവിതമാണ് അവരുടെ. അങ്ങനെ നാടും കാടൊക്കെ ഒരുമിച്ച് കിടക്കുന്ന ജീവിതങ്ങളാണ്. ഒരുപാട് കാട്ടുമൃഗങ്ങളുണ്ട്. ഈ കാട്ടുമൃഗങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവരെന്തെന്ന് വെച്ചാൽ കൊച്ചിന് 5-6-7 വയസ്സൊക്കെ ആകുമ്പോൾ പപ്പ കുട്ടിയെയും കൊണ്ട് നടക്കാൻ പോകും കാട്ടിലേക്ക്, എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ള രൂപത്തിൽ പപ്പയുടെ കൂടെ നടന്നു പോകും. ഇരുട്ടൊക്കെ ആയി കഴിയുമ്പോൾ പതുക്കെ ഒരു 6 മണി 7 മണി ഇരുട്ട് വീണ് കഴിയുമ്പോൾ പപ്പ കൊച്ചിൻ്റെ കൈ വിടും. പിന്നെ കൊച്ചു നോക്കുമ്പോൾ ആകെ ഇരുട്ടാ. കൊച്ചു കരയാൻ തുടങ്ങും. കുറേ നേരം അലറിക്കരയും. കാരണം ഇതെന്താ ചെയ്യാന്ന്. പിന്നെ കൊച്ചിന് ഭയങ്കര പേടിയാകുമ്പോൾ കൊച്ചിങ്ങനെ കൂടിയിരിക്കും. കാരണം കാട്ടുമൃഗങ്ങളുടെ ശബ്ദമൊക്കെ ചുറ്റും കേൾക്കാം. ഈ കൊച്ചെ ഈ ഉറക്കത്തിലിരുന്ന് അല്ലെങ്കിൽ ഈ ഭയപ്പെട്ടിരിക്കുമ്പോൾ കൊച്ച് ശപിക്കുന്നത് ഈ അപ്പനെയാണ്. തൻ്റെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു വന്യമൃഗങ്ങളുടെ നടുവിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ അപ്പൻ പോയില്ലേ,
അവൻ ഒരുപാട് രാത്രി മുഴുവൻ അപ്പനെ ശപിച്ച് ജീവിക്കും. പക്ഷെ നേരം വെളുക്കുമ്പോഴേ മനോഹരമായ കാഴ്ചയുണ്ട്. ഇവനിത് കൂനിക്കൂടിയിരിക്കുന്ന ഇവൻ്റെ മുമ്പിൽ ഈ അപ്പനും കൂനിക്കൂടിയിരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച അവനിലേക്ക് വലിയൊരു വിശ്വാസം നൽകും. ഏതൊക്കെ ഇരുട്ടിൽ കടന്നു പോയാലും, ഏതൊക്കെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായാലും തനിക്ക് മുമ്പിലിരിക്കുന്ന ഒരു അപ്പച്ചനുണ്ടെന്ന ബോധ്യം വരുന്ന അന്ന് മുതലേ അവൻ കാടിനെ പേടിക്കാതെ ജീവിക്കും. ഭയപ്പെടരുതിട്ടാ. കൂടെ നടക്കുന്ന, കൂട്ടിരിക്കുന്ന, കൂടെ വസിക്കുന്ന ദൈവവുമായിട്ടാണ് ഇന്ന് നിങ്ങൾ കുർബാന കഴിഞ്ഞു പോകുമ്പോഴേ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ വെച്ച് തരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റർ വെച്ച് തരുന്നത് ജീവിക്കുന്ന ദൈവമാണ്, ഈശോയാണ്. ഈ സാന്നിധ്യം മറന്നു പോകുന്നത് കൊണ്ടാ നമ്മൾ വേദനിച്ചു പോകുന്നത്. ഈ സാന്നിധ്യം നമ്മൾ ഓർമ്മയിൽ നിന്ന് പോകുന്നതുകൊണ്ടാ. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച ദൈവമേ ദൈവസ്മരണയെ ജീവിക്കുവാനെ പഠിപ്പിക്കണമേ എന്ന്. എൻ്റെ സങ്കടങ്ങളോ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസ്മരണയെ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കാനുള്ള കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ യാതൊന്നിനെയും ഞാൻ ഭയപ്പെടില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളോ, ഭയപ്പെടരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ